Shivani, love. I love you. Love you too. എന്താ മാമ ഗൈസ്, ഞങ്ങൾ ചായ കുടിക്കാൻ പോവാ. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, നിങ്ങൾക്ക് ആഘോഷിച്ചാ? എനിക്ക് ചേച്ചിയുടെ വാലന്റൈൻസ് ഡേ ഒന്നും പറയണ്ട, ഒന്നും വേണ്ട. പാവം ചെറുമ്പ് മേടിച്ചു കഴിച്ചു ഇപ്പൊ ചുണ്ടി. പാവം ചിരിക്കാൻ പോലും പറ്റില്ല. ഗൈസ്, നമ്മള് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. ആഘോഷിക്കാൻ വേണ്ടി ചെക്കനും പെണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ തന്നെ എനിക്ക് പൈസ തന്നു. ആഘോഷിച്ചോ പത്നക്ക്? എല്ലാവരും ഇങ്ങനെ കപ്പിൾസായിട്ട് ആഘോഷിക്കാനൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ. പക്ഷേ എന്താ പറയുക, ആ ഒരു ആഗ്രഹം വരാനുള്ള ഒരു ചാൻസ് ഇല്ലാണ്ടാക്കി തന്നു എൻ്റെ അച്ഛനെ. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു സങ്കടം ഒന്നും വന്നിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ ഇഷ്ടമാണ് മേടിച്ചത്. ചോക്ലേറ്റ് എന്താ വെച്ചാൽ വെച്ചിട്ട് എനിക്ക് പൈസ അയച്ചെന്ന്. അങ്ങനെ നമുക്ക് നമ്മളെ അച്ഛനമ്മമാരും അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക സപ്പോർട്ടീവായിട്ട് നിൽക്കുമ്പോൾ നമുക്കങ്ങനെ പ്രേമിക്കാൻ തോന്നില്ല. ഡേ എല്ലാവരുടെയും അറിയില്ല, എനിക്ക് തോന്നാറില്ല ഇപ്പോൾ. അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ട് വരാം. എന്നാൽ ശരിക്കില്ലേ, ഞാൻ പൈസ എനിക്ക് തന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്താ വെച്ചാൽ എനിക്ക് പിസ്താഷ്യോ കുഞ്ഞാ കഴിച്ച് കുറേ പൈസ കണ്ടപ്പോൾ എനിക്ക് കഴിക്കാനൊരു പൈസ കളയാൻ തോന്നില്ല. അപ്പോൾ ഞാൻ ചായ പിടിച്ച് ഡയറി മിൽക്ക് വാങ്ങിയ ബാക്കി പൈസ അവിടെ കിടക്കുമല്ലോ. എങ്ങനെയുണ്ട്, സേവിങ്സ് ആണ്. നമ്മൾ ചായ കുടിക്കാൻ കടയിലെത്തിയിട്ട് കാണിച്ചു തരാമില്ല ബാക്കി. ഞാൻ ഒരു ചുക്ക് കാപ്പി ഡോണട്ടും പിന്നെ ഡയറി മിൽക്കും വാങ്ങിച്ച്. ചേച്ചി ഒരു ബൂസ്റ്റും പിന്നെ കട്ട്ലേറ്റാണ് മേടിച്ചത്. ഡയറി മിൽക്ക് ആദ്യം ഞാൻ വലുതെടുത്ത്, പിന്നെ എന്തിനാ അത്രയും വലുത്, വെറുതെ അന്ന് തന്നെ തിന്ന് തീർക്കും ഞാൻ. എഴുന്നല്ല ചെറുത് വാങ്ങിയ ബാക്കി പൈസ അവിടെ ഇരിക്കുമല്ലോ അത് എഴുതി. ചുക്ക് കാപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സൗണ്ടിനൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട് ഗാലക്സി ഞാൻ ചേച്ചിക്ക് മേടിച്ചു കൊടുത്ത്. കിൻഡർ ജോയും മേടിച്ചു ഞാൻ. എനിക്ക് കിൻഡർ ജോയ് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചായ കുടിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കൂ സ്നേഹനിധി. Shivani, love. I love you. ലവ് യു ടു. അക്കൗണ്ടിലത്തെ പൈസ ലിക്വിഡ് മണി ആക്കണമെന്ന് പറഞ്ഞ കാര്യം മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നിട്ട് വേറെ കടയിൽ കയറി. നോക്കുക ഗൈസ്, എന്ത് രസമല്ലേ ഈ വീടിന്റെ മുന്നൊക്കെ കാണാൻ, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം. അങ്ങനെ ആ കടയിൽ കയറിയപ്പോൾ അവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ വേറെ കടയിൽ കയറിയപ്പോൾ അവിടെ നിന്ന് പൈസ ഇട്ടിട്ടാ ഈ ഞാൻ പറഞ്ഞോണ്ടിരിക്കണം. എന്താ വെച്ചാൽ റൂമിന്റെ താഴെ തന്നെ കുറച്ച് മക്കള്, 4 മക്കൾക്ക് ഈ ചോക്ലേറ്റ് കൊടുത്താൽ ശരിയാവില്ല. കാരണം എനിക്ക് തിന്നാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നൈസായിട്ട് റൂമിൽ പോവാന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഒളിപ്പിച്ച് കൊണ്ടുപോയി. ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ കുഞ്ഞാവിനോട് സംസാരിക്കാനും ഞാനെങ്ങനെയൊക്കെ ഒളിപ്പിച്ച് ഉള്ളിൽ കയറി. അപ്പോൾ ഇത്രേ ഉള്ളു ഗൈസ്. ബൈ, താങ്ക് യു.